ഒരു നന്നായിട്ട് ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യുന്ന ഒരാൾ, നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരാൾ. അപ്പോൾ അയാളിങ്ങനെ പ്രകൃതിയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതൊക്കെ നിരീക്ഷിച്ചിട്ട് അതിൻ്റെ ഓരോ പിന്നെ ഭാവങ്ങളെയൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ക്യാൻവാസിൽ ഇങ്ങനെ വരച്ച് വെക്കും. അപ്പോൾ അയാൾക്കത് പഠിപ്പിച്ചു കൊടുത്ത ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ സാറ്. അപ്പോൾ ഇയാളുടെ സ്കില്ല് മനസ്സിലാക്കി. അപ്പോൾ അവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ഓരോ ദൃശ്യങ്ങൾ, സായാഹ്നം, പ്രഭാതം, മരങ്ങൾ, ചെടികൾ, പൂക്കൾ, ഇതൊക്കെ ഇങ്ങനെ നോക്കി വരക്കും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വരച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ ഇങ്ങനെ തോന്നുകയാണ്, ഞാൻ അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കണ ഒരാളാണല്ലോ, കൊള്ളാം. അപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം ചിത്രത്തിൽ കണ്ടതെല്ലാം ക്ലിയറാണ്. ഇതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എല്ലാം പൂർണ്ണമായ ചിത്രമായി മാറിയിരിക്കുന്നു എന്നിങ്ങനെ സംസാരത്തിലൂടെ പറഞ്ഞപ്പോൾ സാറ് അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഈ വരച്ച ചിത്രം ഇപ്പം നീയാണുള്ളത് പറഞ്ഞത്, കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയല്ലോ, നീ ആളുകൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയണമെന്ന് നോക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആളുകൾ നടന്നു പോകുന്ന സ്ഥലത്ത് ഈ ചിത്രം കൊണ്ടുപോയിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കണം, പ്രിയമുള്ളവരെ, ഇത് ഞാൻ വരച്ച ചിത്രമാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടേക്ക് ഇങ്ങനെ ഒരു ക്രോസ് ബാർ ഇങ്ങനെ തെറ്റ് അങ്ങനെ അടയാളപ്പെടുത്തണം. ഒരു പെന്നും അവിടെ വെച്ചു. തെറ്റുണ്ടെങ്കിൽ തെറ്റ് അവിടെ നോട്ട് ചെയ്യണം. അപ്പോൾ അവനിങ്ങനെ വെക്കുമ്പോൾ വിചാരിച്ചു എന്ത് തെറ്റ് കാണാൻ. അങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് രാവിലെ വെച്ച് വൈകുന്നേരം ചെന്ന് നോക്കുമ്പോൾ അവിടെ ചിത്രമല്ല, മൊത്തം തെറ്റിട്ടാണ്. ഓരോ സ്ഥലത്തും ചിത്രത്തിൻ്റെ പുറത്തന്നെ കാണാനേ ഇല്ല, അത്രയും തെറ്റുകൾ. ഓരോരുത്തർ കാണുന്ന ഓരോ തെറ്റുകളാണ്, ഓരോ മിസ്റ്റേക്കുകൾ ഇങ്ങനെ ഇതിലിങ്ങനെ തെറ്റിട്ട് വരയ്ക്കോ തെറ്റിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമായി. തിരിച്ചു എന്താ ഈ മനുഷ്യന്മാർ, അതൊക്കെ ഇപ്പോൾ തെറ്റാൻ ചിലത് മനസ്സിലാവും, അത് തെറ്റാന്ന് ചിലത് മനസ്സിലായി. ചിലതൊക്കെ നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ പല രൂപത്തിലാണ് ഇങ്ങനെ ക്രോസ് ഇട്ടിച്ച് വെച്ച് പോയിക്കാണ്. അപ്പോൾ ഇതും കൊണ്ട് സാറിൻ്റെ അടുത്തേക്ക് എന്നെ ചെന്നു. നോക്ക്, ഭയങ്കര സങ്കടത്തിലാണ് ചെല്ലുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാനിനി പണിക്കണല്ല, എന്തിനാ പിന്നെ നമ്മളിതൊക്കെ ചെയ്യണത്, ആളുകൾ ഇതിന് ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, നീ നിരാശപ്പെടാതെ ഒരു കാര്യം ചെയ്യും, ഇതുപോലത്തെ നീ നേരത്തെ വരച്ചല്ല, ആ ചിത്രം ഒന്നുകൂടി എനിക്ക് വരച്ചതാണ്. അങ്ങനെ സാറ് പറഞ്ഞ നിർബന്ധമല്ലെന്ന് വിചാരിച്ചു ഒന്നുകൂടി ആ ചിത്രം വരച്ചു. അപ്പോൾ ആ ചിത്രത്തിൽ എന്തൊക്കെയുള്ളത്, വാനുണ്ട്, മേഘങ്ങളുണ്ട്, മേഘലിലൂടെ കിളികൾ പോകുന്നുണ്ട്, പ്രകൃതിയുടെ ഇങ്ങനെ അതുപോലെ പച്ചപ്പുകളുണ്ട്, പൂക്കളുണ്ട്, ഇങ്ങനെ പ്രകൃതി രമണീയമായ ഒരു സീനിയറി പിക്ചർ അവന് വരച്ചു വെച്ചേക്കാണ്. വ്യത്യസ്ത കാര്യങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രമല്ലല്ലോ വ്യത്യസ്തമായത്. അങ്ങനെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ആ ചിത്രം ഒന്നുകൂടി വരച്ച് അവന് സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. സാറപ്പുറത്ത് പറഞ്ഞു, നീ അതേ സ്ഥലത്ത് തന്നെ ഇത് കൊണ്ടുപോയി വെക്കണം, എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇതുപോലെ നേരത്തെ വരക്കണം. പ്രിയമുള്ളവരെ, ഇത് ഞാൻ വരച്ച ചിത്രമാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കാണുന്നുണ്ടെങ്കിൽ ആ തെറ്റ് എന്താണ് തെറ്റുന്നത്, അത് കറക്റ്റ് ചെയ്യണം. തെറ്റിട്ടച്ച് പോയാൽ പോരാ, അതെന്താണ് മിസ്റ്റേക്കുകൾ കാണുന്നെങ്കിൽ അത് അതിനൊരു ബ്രഷ് അവിടെ വെച്ചു, അവിടെ ഉള്ള ഒന്ന് തിരുത്തി തരണം. അങ്ങനെ കൊണ്ടുപോയി വെച്ചു. വൈകുന്നേരം ചെന്നപ്പോൾ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കി. അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ആളുകൾ, തെറ്റുള്ള ഭാഗങ്ങളിൽ അവിടെ പോയി ആഡ് ചെയ്യേണ്ട ചില കളറുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. വെച്ചതിനേക്കാൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, ഒന്നുകൂടി മനോഹരമായിട്ടാണ് ചിത്രത്തെ കണ്ടത്. അതിൽ ക്രോസ് ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഭയങ്കര സന്തോഷമായി തിരിച്ച് സാറിന് കൊണ്ടു കൊടുത്തു. ഭയങ്കര സന്തോഷമായി. അപ്പോൾ സാറ് പറഞ്ഞു, ഇതാണ് മനുഷ്യന്മാർ. ആളുകൾ എന്ത് ചെയ്യും, തെറ്റ് ആളുകൾ കാണാൻ എളുപ്പമാണ്, അതെല്ലാവരും പറയും, തെറ്റുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. തിരുത്താൻ ആളുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവർ തിരുത്തുകയാണെങ്കിൽ അതൊന്നുകൂടി മനോഹരമായി തീരും. അപ്പോൾ തെറ്റ് എന്നുള്ളത്, എന്നിട്ട് തൻ്റെ ഒരു ശിഷ്യൻ അയാൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചിത്രത്തിലൂടെ പറഞ്ഞു കൊടുത്തൊരു സന്ദേശം, തെറ്റ് എന്നുള്ളത് ഇങ്ങനെ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. അത് തെറ്റാണ്, ഇത് തെറ്റാണ്, അവിടെ തെറ്റുണ്ട്, ഇവിടെ തെറ്റുണ്ട്, ആ തെറ്റൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ എളുപ്പമാണ്. പക്ഷേ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ ആളുകൾ കുറവായിരിക്കും. തിരുത്തി കൊടുക്കുമ്പോൾ എത്ര മനോഹരമായിരിക്കും എന്നുള്ളതാണ്. തിരുത്തുന്നത് അതിൻ്റെ രീതിയുണ്ട്. അപ്പോൾ അത് ആ ചിത്രത്തിലൂടെ മനസ്സിലായല്ലോ, ഇതാണ് കഥ. പ്രശ്നങ്ങൾ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷെ പരിഹാരത്തിലേക്ക് എത്താൻ ആരും ഉണ്ടാവില്ല. വളരെ കുറച്ച് ആൾക്കാരെ പരിഹാരങ്ങൾ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് ഇങ്ങനെ അത് ശരിയാവില്ല, അത് ശരിയാവില്ല, പക്ഷെ എന്ത് ചെയ്യും, എന്താ പരിഹാരം, ഇന്നതാണ് ചെയ്യേണ്ടത്, അതാണ് പരിഹാര നിർദ്ദേശം. അപ്പോൾ അവിടെ ആ പരിഹാരം എന്നതാണ്, ഇന്ന ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി. അങ്ങനെയാണ് ചില ആൾക്കാർ ഇങ്ങനെ പിന്നെ പ്രോബ്ലംസിനെ കുറിച്ച് മാത്രം പറയാം, പക്ഷെ വളരെ ചുരുക്കം ആൾക്കാരെ
സൊല്യൂഷൻസ് പറയുള്ളൂ. യെസ്. അപ്പോൾ നമ്മളൊക്കെ സൊല്യൂഷൻസ് പറയുന്ന ആൾക്കാരായി മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു കഥയിലൂടെ നല്ലൊരു മെസ്സേജ് ശ്രോതാക്കൾക്ക്. വ്യക്തിപരമായും ചില ആളുകൾ അങ്ങനെ ആയിരിക്കും, അവനവൻ്റെ പ്രോബ്ലംസ് പറഞ്ഞുകൊണ്ടിരിക്കും, പ്രശ്നത്തെക്കുറിച്ച് അല്ല പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കൂല. എപ്പോഴും പ്രശ്നം പറയുന്ന ആൾ മറ്റുള്ളവരെ കുറിച്ച് മാത്രമല്ല, അവനവൻ്റെ കാര്യത്തിൽ ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. അതായത് എൻ്റെ പ്രശ്നങ്ങൾ മാത്രം പറയുന്ന, ആ പ്രശ്നം പരിഹരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കൂല. അങ്ങനെ പ്രശ്നം പറഞ്ഞു പോകുന്ന ആളുകളും അങ്ങനെയും ചില ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഏതായിരുന്നാലും നമുക്ക് അങ്ങനത്തെ ആളുകൾ ഭയങ്കര മാനസിക സംഘർഷങ്ങളിലൂടെ പോവാം.